മന്നം ജയന്തിയാണ്. അപ്രതിമ പ്രഭവനായ മന്നത്ത് പത്മനാഭനെക്കുറിച്ചുള്ള എൻ്റെ ചില ചിന്തകൾ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുക മാത്രമേ ഞാൻ ഈ വീഡിയോയിലൂടെ ലക്ഷ്യമാക്കുന്നുള്ളൂ. ഇതൊരു രാഷ്ട്രീയ നിരീക്ഷകൻ്റെ വിശകലനമായി ദയവായി കാണരുത്. ഒരു സമുദായ പ്രവർത്തകനായി തുടങ്ങി രാഷ്ട്രീയ പ്രവർത്തകനായി മാറി പിന്നീട് സാമൂഹ്യ പ്രവർത്തകനും ഇപ്പോൾ പത്രപ്രവർത്തകനുമായി മാറിയ ഒരു വ്യക്തിയുടെ ആത്മനിഷ്ഠമായ ചില അഭിപ്രായ പ്രകടനങ്ങളായി മാത്രം ഈ നിരീക്ഷണത്തിനെ കണ്ടാൽ മതി. ഞാൻ മന്നത്ത് പത്മനാഭനെക്കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ എൻ്റെ ചെറിയ പ്രായത്തിൽ അദ്ദേഹം എൻ്റെ തറവാട്ടിൽ വന്നിരുന്നതായ ഒരു ചിത്രം എൻ്റെ മനസ്സിലുണ്ട്. ഞങ്ങൾ അന്ന് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന കൊച്ചുകുട്ടികളൊക്കെ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് മന്നത്ത് അപ്പൂപ്പൻ എന്നാണ്. കാരണം മന്നത്ത് അപ്പൂപ്പനായിട്ടാണ് ആ തലമുറയിലെ കുട്ടികൾക്ക് അനുഭവപ്പെട്ടിരുന്നത്. തറവാട്ടിലെ കാരണവരായിട്ടാണ് മന്നത്ത് പത്മനാഭനെ എൻ്റെ തലമുറയിൽപ്പെട്ട കുട്ടികൾ കണ്ടിരുന്നത് എന്നുള്ളതാണ് വാസ്തവം. ചരിത്രത്തിലേക്കൊന്ന് തിരിച്ചു പോകുമ്പോൾ ഇന്നിവിടെ നിന്ന് ഞാൻ മന്നത്ത് പത്മനാഭൻ്റെ കാലഘട്ടത്തിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം നടത്തുമ്പോൾ എൻ്റെ ഓർമ്മയിൽ വരുന്നത് 4 നവോത്ഥാന നായകന്മാരാണ്. ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും അയ്യങ്കാളിയും പിന്നീട് മന്നത്ത് പത്മനാഭനും. ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുദേവനും അവരുടെ ആത്മീയമായ പ്രവർത്തനങ്ങളിലൂടെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ പോരാടുക മാത്രമല്ല, അതിനെ ഉന്മൂലനം ചെയ്ത് ഒരു നവോത്ഥാന പ്രവർത്തനങ്ങൾക്കുള്ള ശക്തമായ അടിത്തറ പാകുകയും ഒരു നവോത്ഥാന പ്രസ്ഥാനം തന്നെ കേരളത്തിൽ ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ കേരളത്തിൻ്റെ ചരിത്രത്തിലൊരു വഴിത്തിരിവ് സൃഷ്ടിക്കാൻ അവർ നടത്തിയ നവോത്ഥാന പ്രസ്ഥാനങ്ങളിലൂടെ കഴിഞ്ഞു. അയ്യങ്കാളി അധസ്ഥിതരുടെ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ നിശബ്ദവും രക്തരഹിതവുമായ ഒരു സാമൂഹ്യ വിപ്ലവത്തിന് തുടക്കം കുറിച്ച വിപ്ലവകാരിയായിരുന്നു. തൻ്റെ സമുദായത്തിൽ 10 BA-ക്കാരെ കണ്ടിട്ട് മരിക്കണം എന്നാണ് അയ്യങ്കാളി ആഗ്രഹിച്ചിരുന്നത്. വിദ്യാഭ്യാസത്തിന് എത്രമാത്രം വലിയ പ്രാധാന്യമാണ് അയ്യങ്കാളി കൊടുത്തിരുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത്. അയ്യങ്കാളി സ്വപ്നം കണ്ടതുപോലെ അദ്ദേഹത്തിൻ്റെ സമുദായം മാത്രമല്ല, കേരളത്തിലെ വിവിധ ജാതി മതങ്ങളിൽപ്പെട്ട ആയിരക്കണക്കിന് ബിരുദധാരികളെയും ബിരുദാനന്തര ബിരുദധാരികളെയും കേരളത്തിന് സമ്മാനിച്ച നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ട് ഒരു വിദ്യാഭ്യാസ വിപ്ലവം നടത്തിയ വിദ്യാഭ്യാസ പ്രവർത്തകനാണ് മന്നത്ത് പത്മനാഭൻ. മദൻ മോഹൻ മാളവ്യ അദ്ദേഹത്തിൻ്റെ പിന്നിലേ വരികയുള്ളൂ. കാരണം അത്രയധികം സ്കൂളുകളും കോളേജുകളും സ്ഥാപിച്ചൊരു വ്യക്തി ഇന്ന് കേരള ചരിത്രത്തിലില്ല, ഇന്ത്യ ചരിത്രത്തിലില്ല എന്നുള്ളതാണ് വാസ്തവം. അദ്ദേഹം സ്ഥാപിച്ച സ്കൂളുകളിൽ, അദ്ദേഹം സ്ഥാപിച്ച കോളേജുകളിൽ എല്ലാ ജാതിയിലും മതത്തിലും പെട്ട ആളുകൾക്ക് വിദ്യാഭ്യാസത്തിന് അവസരം കിട്ടി. ഗ്രാമപ്രദേശങ്ങളിൽ പുതിയ പുതിയ കോളേജുകൾ വന്നു. കോളേജുകൾ പട്ടണങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്ന കോളേജുകളെ, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഗ്രാമങ്ങളിലേക്ക് കൊണ്ടുപോയി. അത് പന്തളമായാലും ശരി, നിലമേലായാലും ശരി, അന്നത്തെ ചങ്ങനാശ്ശേരി ആയാലും ശരി, ഇതെല്ലാം ഒരു കാലഘട്ടത്തിലെ ഗ്രാമപ്രദേശങ്ങളായിരുന്നു. ഈ ഗ്രാമപ്രദേശങ്ങളിലേക്ക് കോളേജുകൾ കൊണ്ടുവന്ന് സാധാരണക്കാരുടെ കുട്ടികൾക്ക് കോളേജ് വിദ്യാഭ്യാസം പ്രാപ്യമാക്കിയതിൽ വലിയൊരു പങ്ക് വഹിച്ചത് തീർച്ചയായിട്ടും മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭന് വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തുമ്പോൾ തൻ്റെ സമുദായത്തെ മാത്രമല്ല മുന്നിൽ കണ്ടത്, എല്ലാവർക്കും വേണ്ടിയാണ് അദ്ദേഹം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചത്. ഇന്ന് ചരിത്രത്തിലൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മന്നത്ത് പത്മനാഭനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഈ അത്ഭുതം സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഇന്നത്തെ തലമുറ ആത്മാർത്ഥമായും തിരിച്ചു നോക്കിയാൽ അത്ഭുതപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം തമ്മിൽ തല്ലി കേസുകൾ കൊടുത്ത് തകർന്ന് നശിച്ച് നാശോന്മുഖമായിക്കൊണ്ടിരുന്ന ഒരു സമുദായത്തെ പരിപൂർണമായ ഒരു തകർച്ചയിൽ നിന്ന് രക്ഷിച്ചെടുക്കുക മാത്രമല്ല, ആ സമുദായത്തെയും അതുപോലെ തന്നെ അന്ന് സമൂഹത്തിൽ നിലനിരുന്ന അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും എതിരെ ശക്തമായി പടപൊരുതുകയും ഒരേ സമയത്ത് ചെയ്ത ഒരു സവ്യസാചിയായിരുന്നു മന്നത്ത് പത്മനാഭൻ. കോളേജുകളുടെയും സ്കൂളുകളുടെയും പ്രവർത്തനം നടത്തുമ്പോൾ തന്നെയാണ് അദ്ദേഹം വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുക്കാനായിട്ട് പോയത്. ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ് വൈക്കത്ത് നിന്ന് ക്ഷേത്രപ്രവേശനം അവർണർക്കും നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സവർണജാഥ നയിച്ചത്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100 വർഷം കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് പറയുമ്പോൾ, ഗുരുവായൂർ സത്യാഗ്രഹത്തെക്കുറിച്ച് പറയുമ്പോൾ മന്നത്ത് പത്മനാഭൻ വഹിച്ച നിസ്തുലമായ പങ്കിനെ ബോധപൂർവം തമസ്കരിക്കാൻ ശ്രമിക്കുന്ന നികൃഷ്ട ജീവികളെ ഞാൻ തരുണത്തിൽ വിസ്മരിക്കുന്നില്ല. അവരെ നികൃഷ്ട ജീവികളെന്നേ വിളിക്കാൻ പറ്റുള്ളൂ.
നവോത്ഥാന നായകന്മാരുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ ജാതി നോക്കി വിശകലനം ചെയ്യുകയും വിലയിരുത്തുകയും ചെയ്യുന്നവരെ നികൃഷ്ടജീവി എന്നുള്ള അല്ലാതെ വേറെ എന്താ വിളിക്കാൻ പറ്റുന്നത്? ആ നികൃഷ്ടജീവികളെ ഞാൻ വിടുന്നു. പക്ഷേ കേരളത്തിൻ്റെ ചരിത്രം ഒരു കാരണവശാലും മന്നത്ത് പത്മനാഭനെ വിസ്മരിക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശൂന്യതയിൽ നിന്നല്ല മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റി സൃഷ്ടിച്ചത്. 8,000 ഏക്കർ എസ്റ്റേറ്റ്, നിരവധി കോളേജുകൾ, എഞ്ചിനീയറിംഗ് കോളേജ്, പോളിടെക്നിക്ക്, നഴ്സിംഗ് കോളേജുകൾ, നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മെഡിക്കൽ കോളേജ് ഒഴിച്ചുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നായർ സർവീസ് സൊസൈറ്റിക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്തിട്ടാണ് മന്നത്ത് പത്മനാഭൻ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞത്. മന്നത്ത് പത്മനാഭനെ ഏറ്റവും അധികം പ്രചോദിപ്പിച്ചിരുന്നത് വള്ളത്തോളിൻ്റെ 4 വരികളാണ്. എത്തേണ്ടതാമിടത്തെത്തിയാലും ശരി, മധ്യേ മരണം വിഴുങ്ങിയാലും ശരി, മുന്നോട്ട് തന്നെ നടക്കും വഴിയിലെ മുള്ളുകളൊക്കെ ചവിട്ടി മെതിച്ച് ഞാൻ. അങ്ങനെ തന്നെയാണ് മന്നത്ത് പത്മനാഭൻ സഞ്ചരിച്ചത്. അദ്ദേഹം സഞ്ചരിച്ചത് കല്ല്, കരട്, കാഞ്ഞിരക്കുറ്റി, മുള്ളുമുരടും മൂർഖൻ പാമ്പും നിറഞ്ഞ ദുർഘടമായ പാതയിലൂടെയാണ്. അദ്ദേഹത്തിൻ്റെ നിസ്തുലമായ സേവനത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ബൈബിളിലെ തിമോത്തിയോസിൻ്റെ വചനമാണ് ഓർമ്മ വരുന്നത്. നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നന്നായിട്ട് പൊരുതി അദ്ദേഹത്തിന് ഓട്ടം തികയ്ക്കാൻ കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ വിശ്വാസം മന്നത്ത് പത്മനാഭനെ രക്ഷിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇന്നും മന്നത്ത് പത്മനാഭനെ ഈ നായർ സമുദായം മാത്രമല്ല, കേരളത്തിലെ എല്ലാ സമുദായത്തിലും പെട്ടവർ ജാതി മത സമുദായ രാഷ്ട്രീയത്തിനതീതമായിട്ട് ഓർമ്മിക്കുകയും അദ്ദേഹത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. മന്നത്ത് പത്മനാഭനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിത സ്മരണകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അതിലെന്നെ ഏറ്റവും സ്പർശിച്ച ഒരു ഓർമ്മകൾ മാത്രമേ ഞാനിവിടെ പങ്കുവയ്ക്കുന്നുള്ളൂ. കറുകച്ചാൽ സ്കൂളിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോൾ അദ്ദേഹം പണപ്പിരിവിനായി ഇറങ്ങി. അവിടെ ആ കാലഘട്ടത്തിൽ കറുകച്ചാലിനടുത്തുള്ള ഒരു വലിയ ധനാഢ്യനായ ആളുണ്ടായിരുന്നു. അദ്ദേഹം മന്നത്ത് പത്മനാഭൻ വക്കീലായിരുന്നു, അദ്ദേഹത്തിൻ്റെ കക്ഷിയായിരുന്നു എരുമക്കുഴി ഗോപാലൻ നായർ. എരുമക്കുഴി ഗോപാലൻ നായരെ അന്വേഷിച്ച് അദ്ദേഹം എരുമക്കുഴി ഗോപാലൻ നായരുടെ വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹം അവിടെ ഇല്ല, എവിടെയോ കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കാനായിട്ട് പോയിരിക്കുകയാണെന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു. അവർക്ക് മന്നത്ത് പത്മനാഭനെ മനസ്സിലായില്ല. അവർ പറഞ്ഞ് അദ്ദേഹം വരട്ടെ എന്ന് പറഞ്ഞ് തിണ്ണയിൽ അവിടെ വിശ്രമിച്ചു. ഇതിനിടയിൽ ക്ഷീണം കൊണ്ട് എപ്പോഴോ ഒന്ന് ചാഞ്ഞ് ഉറങ്ങിപ്പോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഗൃഹനാഥൻ്റെ ഭാര്യ വന്ന് പറഞ്ഞു, അവിടെ ചോദിച്ചു കുറച്ച് കഞ്ഞിവെള്ളം കിട്ടിയാൽ കൊള്ളാമായിരുന്നു പറഞ്ഞു. അതൊന്നും കഴിച്ചിട്ടില്ല. അവർ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തുകൊണ്ട് കൊടുത്തു. മന്നത്ത് പത്മനാഭൻ എഴുതിയിരിക്കുന്നത് ആ കഞ്ഞിവെള്ളത്തിൻ്റെ അടിയിൽ കിടന്ന വറ്റിൻ്റെ രുചി, കാരണം ചോറിൻ്റെ 2-3 വറ്റുകൾ അതിനകത്ത് കിടപ്പുണ്ട്, അതിൻ്റെ രുചി ഇന്നും തൻ്റെ നാവിൻ്റെ തുമ്പിലുണ്ട് എന്നാണ്. കറുകച്ചാൽ സ്കൂളിൻ്റെ നിർമ്മാണത്തിലിരിക്കുന്ന നിർമ്മാണ തൊഴിലാളികൾക്ക് അന്നത്തെ ദിവസത്തെ കൂലി കൊടുക്കാൻ പണം തേടിയാണ് എരുമക്കുഴി ഗോപാലൻ നായരെ തിരക്കി മന്നത്ത് പത്മനാഭൻ ഇറങ്ങിയത്. എരുമക്കുഴി ഗോപാലൻ നായർ വന്നപ്പോൾ തിണ്ണയിൽ ചാഞ്ഞിരുന്ന് ഉറങ്ങുന്ന തൻ്റെ അതിഥിയെ കണ്ട് ഞെട്ടിപ്പോയി. ഭാര്യ വിളിച്ചു വെച്ച് ഈ ഇരിക്കുന്നത് ആരാണെന്നറിയാമോ? ഇതാണ് സാക്ഷാൽ മന്നത്ത് പത്മനാഭനാണ് ഇരിക്കുന്നത്. അവർക്കറിയില്ലായിരുന്നു. അദ്ദേഹം വലിയ കുറ്റബോധം തോന്നി, ഞാനിത് അറിഞ്ഞില്ല, വരുമെന്ന് അറിഞ്ഞില്ലല്ലോ, നേരത്തെ അറിയിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് കറുകച്ചാൽ സ്കൂളിൻ്റെ പണിക്ക് കുറച്ച് പൈസ വേണമെന്ന് പറഞ്ഞ് അദ്ദേഹം പൈസ കൊടുത്തു. രാത്രി തന്നെ ആ പണവുമായി തിരിച്ചു ചെന്ന് ജോലിക്കാർക്ക് പണം കൊടുത്ത് അത് കൂലി കൊടുക്കുകയാണ് ചെയ്തിരുന്നത്. എത്ര കഠിനാധ്വാനം കൊണ്ടാണ് മന്നത്ത് പത്മനാഭന് ഓരോ സ്ഥാപനങ്ങളും സ്ഥാപിച്ചത്, ഓരോ സെൻറ്റ് സ്ഥലവും വാങ്ങിച്ചു കൂട്ടിയത് എന്ന് ഓർത്തു നോക്കണം. ഭരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ കൊച്ചുമകന് ഡോക്ടർ ബാലശങ്കർ ഒരിക്കൽ എൻ്റെ നാട്ടിലെ ഒരു കരയോഗത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹമായിരുന്നു മന്നത്തിൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തത്. അദ്ദേഹം അവിടെ വന്നപ്പോഴേ അദ്ദേഹം പറഞ്ഞ ഒരു പ്രസംഗം, അദ്ദേഹം നടത്തിയൊരു പ്രസംഗം ഞാൻ ഓർക്കുകയാണ്. മന്നത്തിൻ്റെ മകള് കുട്ടിയമ്മ ഒരിക്കൽ സന്ധ്യാസമയത്ത് അച്ഛനെ ചായയായിട്ട് ചെന്നപ്പോഴേ അദ്ദേഹം ചാരുകസേലയിൽ ഇങ്ങനെ ചിന്താ നിമഗ്നനായി ഇരിക്കുകയാണ്. അപ്പോൾ ചോദിച്ചു, എന്താ അച്ഛാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അല്ല, വിഷമമൊന്നും എനിക്കില്ല, നമുക്ക് എല്ലാമുണ്ട്, കോളേജുകളുണ്ട്, എഞ്ചിനീയറിംഗ് കോളേജുണ്ട്, നമുക്കൊരു മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നെങ്കിൽ NSSൻ്റെ ഒരു യൂണിവേഴ്സിറ്റി സ്ഥാപിക്കാമായിരുന്നു. അന്ത്യകാലത്ത് മന്നത്ത് പത്മനാഭൻ സ്വപ്നം കണ്ടത് ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു. ഒരു മെഡിക്കൽ കോളേജിലൂടെ വന്നാൽ ഒരു യൂണിവേഴ്സിറ്റി സ്ഥാപിക്കാമായിരുന്നു എന്നാണ് അദ്ദേഹം സ്വപ്നം കണ്ടത്. മന്നത്ത് പത്മനാഭന് നല്ല പോർ പൊരുതി, ഓട്ടം തികച്ച് അദ്ദേഹത്തിൻ്റെ വിശ്വാസം അദ്ദേഹത്തെ കാത്തു. അദ്ദേഹം ഇന്ന് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നില്ലെങ്കിലും മന്നത്തിൻ്റെ ഓർമ്മകൾ ആയിരക്കണക്കിന് ആളുകൾക്ക് ആവേശം നൽകുന്ന ഓർമ്മയാണ്. എങ്ങനെയായിരിക്കണം നിസ്വാർത്ഥനായ ഒരു സാമൂഹ്യ പ്രവർത്തകൻ, എങ്ങനെയായിരിക്കണം ഒരു സമുദായ പ്രവർത്തകൻ തൻ്റെ സമുദായ പ്രവർത്തനത്തിലൂടെ പൊതുസമൂഹത്തെ സേവിക്കേണ്ടത്, ഇതിൻ്റെയൊക്കെ ഏറ്റവും നല്ല ഉദാഹരണമാണ് മന്നത്ത് പത്മനാഭൻ. മന്നത്തിന് മുന്നിൽ അസാധ്യമായത് ഒന്നുമില്ലായിരുന്നു.
ഇന്ന് നായർ സർവീസ് സൊസൈറ്റിയുടെ നേതാക്കന്മാരുടെ മുന്നിൽ സാധ്യമായത് ഒന്നുമില്ല. മന്നത്ത് പത്മനാഭനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഹൃദയം നിറഞ്ഞ വേദനയാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ ഹെഡ്ക്വാർട്ടേഴ്സും ഇന്നത്തെ നായർ സർവീസ് സൊസൈറ്റിയുടെ ഇന്നത്തെയുള്ള ഈ അധോഗതിയും കാണുമ്പോൾ ഒരു സമുദായ പ്രവർത്തകനായിരുന്ന ഒരാളെന്നുള്ള നിലയിൽ, NSSൻ്റെ ഒരു വ്യക്തി മെമ്പർ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നത്, വലിയ പ്രഗത്ഭമായ പ്രശസ്തമായ കേരള സമൂഹത്തിന് ഒട്ടേറെ സംഭാവനകൾ നൽകിയിട്ടുള്ള, ഇന്ത്യയിലെ വിവിധ മേഖലകളിൽ, ലോകത്തിൻ്റെ വിവിധ മേഖലകളിലെ വ്യത്യസ്ത മേഖലകളിൽ വിരാജിക്കുന്ന നിരവധി വ്യക്തിത്വങ്ങളെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു വലിയ സമുദായത്തിന് ഇന്ന് സംഭവിച്ചിട്ടുള്ള ദുർഗതി ഓർത്ത് വിലപിക്കുകയല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? മന്നത്ത് പത്മനാഭൻ്റെ ഓർമ്മകളെക്കുറിച്ച് അനുസ്മരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ദുഃഖസാന്ദ്രമായൊരു ചിത്രമാണ് ഇന്ന് പെരുന്നയിലേക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. 300 അടിമകളും 27 ശിഖണ്ഡികളും അവരുടെ ആത്മാഭിമാനം, അവരുടെ അന്തസ് ഒരു ശകുനിയുടെ മുന്നിൽ ബലി കൊടുത്തിട്ട് അവിടെ കഴിയുന്നതാണ് കാണുന്നത്. ആത്മാഭിമാനം മരിച്ചുപോയ, അന്തസ് മരിച്ചുപോയ, അല്ലെങ്കിൽ അന്തസ്സിനെയും ആത്മാഭിമാനത്തെയും കൊലപ്പെടുത്തി അവിടെ കഴിയുന്ന ഇവരുടെയൊക്കെ ആത്മാഭിമാനത്തിനും അന്തസ്സിനും, അന്തരിച്ചുപോയ അവരുടെ ആത്മാഭിമാനത്തിനും അന്തസ്സിനും മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാതെ വേറെ മാർഗമൊന്നുമില്ല. ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഡോക്ടർ ബാലശങ്കർ പറഞ്ഞ, അദ്ദേഹം ഞങ്ങളുടെ ആ യോഗത്തിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹം ദുഃഖത്തോടെ പറഞ്ഞ ഒരു വാചകം, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മക്കളും ചെറുമക്കളുമായിട്ട് മന്നം സമാധി സന്ദർശിക്കാൻ എത്തിയപ്പോൾ ഇന്നത്തെ അവിടുത്തെ രാജാവ് പൊന്നുതമ്പുരാൻ, ഉടയതമ്പുരാൻ, നായന്മാരുടെ പോപ്പ് പറഞ്ഞു, ഈ ഗേറ്റ് തുറന്നു കൊടുക്കാൻ പറ്റില്ല, അവിടെ കയറാൻ പറ്റില്ല എന്ന്. നായർ സർവീസ് സൊസൈറ്റി ഇവിടെ എന്ന് എത്തി നിൽക്കുന്നു. മന്നത്ത് ആചാര്യൻ്റെ ആത്മാവ് തേങ്ങുകയല്ലേ എന്ന് ഓരോ മനുഷ്യനും ചിന്തിക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണ് ഈ മന്നം ജയന്തി. ഓരോ മന്നം ജയന്തിയും വർണ്ണശബളിമയോടെ ആഘോഷിച്ചൊരു കാലഘട്ടമുണ്ടായിരുന്നു, കടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള കാലഘട്ടം വരെ. അതിനുശേഷം ഇത് മൗനമായി ആചരിക്കേണ്ട ഒരു ഗതിയിലേക്ക് നായർ സമുദായത്തെ എത്തി. ഗതകാല സ്മരണകൾ മാത്രമേ ഇന്ന് ഈ സമുദായത്തെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഓർമ്മയിൽ വയ്ക്കാനുള്ളൂ. എന്തായാലും ശരി, അനുദിനം നാശോന്മുഖമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമുദായത്തെ അതോർത്ത് തേങ്ങുന്ന മന്നത്ത് പത്മനാഭൻ്റെ ആത്മാവിനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എന്തായാലും ശരി, ഈ മന്നം ജയന്തി ആഘോഷവേളയിൽ ഇന്ന് ഈ സമുദായത്തിന് സംഭവിച്ച ദുർഗതിയിൽ നിന്ന്, അപമാനത്തിൽ നിന്ന് എത്രയും വേഗം രക്ഷപ്പെടാൻ കഴിയട്ടെ എന്ന് മാത്രമേ പ്രാർത്ഥിക്കാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.